സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നിരവധി കുംഭകോണങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. 2G, ശവപ്പെട്ടി കുംഭകോണം, ബോഫേഴ്സ് തുടങ്ങി നിരവധി അഴിമതി കേസുകൾ രാജ്യത്തെ പിടിച്ചുകുലുക്കിയിട്ടുമുണ്ട്. മധ്യപ്രദേശിലെ വ്യാപ നിയമന തട്ടിപ്പാണ് ഏറ്റവും ഒടുവിൽ വാർത്തകളിൽ നിറയുന്നത്. വ്യാപ നിയമന തട്ടിപ്പിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ വളർച്ചയ്ക്കൊപ്പം വിവിധ തൊഴിൽ തുറകൾ രൂപപ്പെടുകയും സേവന മേഖലയിലടക്കം തൊഴിൽ സാധ്യത വർദ്ധിക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലും ക്രമക്കേട് വർദ്ധിക്കാൻ തുടങ്ങി. നിയമനത്തിലെ കണിശതയായിരുന്നു മറ്റു മേഖലകളെ അപേക്ഷിച്ച് സർക്കാർ മേഖലയെ വ്യത്യസ്തമാക്കിയിരുന്നത്. എന്നാൽ അതിലും പുഴുക്കുത്തുകളുണ്ടെന്ന് സമീപകാലത്ത് ആക്ഷേപം ഉയരുകയും ചെയ്തു. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട്. എന്നാൽ ഒരു ഭരണ സംവിധാനം തന്നെ അനർഹരെ തിരികെ കയറ്റുകയും കോടിക്കണക്കിന് രൂപ കൈക്കൂലി കൈപ്പറ്റുന്ന മാഫിയ സംഘമായി പ്രവർത്തിച്ചു എന്നതാണ് വ്യാപം കേസിനെ മറ്റഴിമതി കേസുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ദുരൂഹ മരണങ്ങളുടെ നിഴൽ വീണ മധ്യപ്രദേശിലെ ഗ്രാമങ്ങളിലേക്കുള്ള യാത്രയിൽ വ്യാപം എന്ന ചുരുളഴിയാത്ത ദുരൂഹതയാണ് മുഴങ്ങുക. എണ്ണിയാലൊടുങ്ങാത്ത കോടികളുടെ മാത്രം അഴിമതിയെ പരിചയിച്ച നമ്മൾ മരണങ്ങളുടെ എണ്ണത്തിലൂടെ അഴിമതിയുടെ വ്യാപ്തി ഗണിക്കുന്നത് ആദ്യമാകും. വ്യാപം മരണങ്ങൾ ചൂണ്ടയിട്ടിരിക്കുന്ന എത്രയോ ഗ്രാമങ്ങൾ പിന്നിട്ടാണ് ഭോപ്പാലിൽ നിന്നും മധ്യപ്രദേശ് ഗുജറാത്ത് അതിർത്തിയിലെ ജാബു എന്ന ഗ്രാമത്തിലേക്കുള്ള ഈ യാത്ര. ഇത് മെഹ്താബ് ദാമോർ, നമ്രത ദാമോറിന്റെ പിതാവ്. ഈ ഉൾനാടൻ ഗ്രാമത്തിൽ മെഹ്താബ് ദാമോറിനെ തേടിയെത്തുന്ന ആദ്യ മാധ്യമ സംഘമല്ല ഞങ്ങളുടേത്. ഏതാണ്ട് 10 ദിവസം മുമ്പ് ഇതേ വീട്ടിൽ നിന്ന് ദാമോറിന്റെ അഭിമുഖം പൂർത്തിയാക്കിയിറങ്ങിയ മാധ്യമപ്രവർത്തകൻ അക്ഷയ് സിംഗിനും ദുരൂഹ മരണങ്ങളിൽ കണ്ണിയാകേണ്ടി വന്നിരുന്നു. വ്യാപത്തെക്കുറിച്ചുള്ള അന്വേഷണ യാത്രയിൽ നമ്രത ദാമോറിന്റെ വീട് ഞങ്ങൾ തെരഞ്ഞെടുത്തതിന്റെ കാരണവും മറ്റൊന്നല്ല. പത്തൊൻപതാം വയസ്സിൽ MBBS വിദ്യാർത്ഥിനിയായ മകളെ നഷ്ടപ്പെട്ടതിന്റെ വേദന ഒടുങ്ങും മുമ്പാണ് മരണത്തിലെ ദുരൂഹത അന്വേഷിക്കാനെത്തിയ മാധ്യമപ്രവർത്തകൻ ചോദ്യങ്ങൾ അവശേഷിപ്പിച്ച് വീട്ടുമുറ്റത്ത് പിടഞ്ഞൊടുങ്ങിയത്. വ്യാപത്തിലെ ഏതൊരിക്കും പറയാനുള്ളതുപോലെ പോലീസ് വേട്ടയാടലിന്റെയും തെളിവ് നശിപ്പിക്കലിന്റെയും കഥ തന്നെയാണ് നമ്രതയുടെ അച്ഛനും പറയാനുള്ളത്. बच्चे के हत्या के बारे में तो पुलिस सब जान चुकी थी, बयान ले चुकी थी, मुलजिम पकड़ चुकी थी, PM रिपोर्ट भी बता रही कि हत्या हुई. इसके बाद में पुलिस वालों ने इस प्रकरण को हमेशा किसी दबाव में आकर इस प्रकरण को खत्म किया है. आज भी दावा से बोल रहे हैं डॉक्टर कि इनकी हत्या हुई है. മകളുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഈ കുടുംബം. മരണം തന്നെ ദുരൂഹതയാണ്. പക്ഷേ വ്യാപത്തിൽ ചിലരെ മാത്രം വരിക്കുന്ന മരണമാണ് ഏറ്റവും വലിയ ദുരൂഹത. ഡോക്ടർ രാജേന്ദ്ര ആര്യ.
തട്ടിപ്പിൽ പ്രതിയെന്ന ആരോപണം. ജാമ്യത്തിലിറങ്ങിയപ്പോൾ പൊടുന്നനെ മരണം. മരണകാരണം മഞ്ഞപ്പിത്തമെന്നും വൃക്കരോഗമെന്നും വ്യത്യസ്ത നിഗമനങ്ങൾ. उनका शरीर नीला काला टाइप का पड़ गया था, इसलिए हमें शक है कि ये जो भी कुछ हुआ है वो हॉस्पिटल में हुआ है. इसमें मेरे भाई के मृत्यु के जिम्मेदार हमारी सरकार और हमारा पुलिस है. इनके बीच में क्या क्या हुआ है वो सब उनको राज मालूम है. ഡോക്ടർമാർക്കനുസരിച്ച് മാറ്റി നിർമ്മിക്കപ്പെടാവുന്ന മരണരേഖകളെ വ്യാപം തട്ടിപ്പിനുള്ളൂ. 20 വർഷത്തിലധികമായി തുടരുന്നതും 2010 മാത്രം പുറം ലോകം അറിഞ്ഞു തുടങ്ങിയതുമായ വലിയ തട്ടിപ്പിലെ ഒരു ഇരയോ പ്രതിയോ മാത്രമാണ് ഡോക്ടർ രാജേന്ദ്ര. സത്യം വിളിച്ചു പറയാനോ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചു തീർക്കാനോ അനുവദിക്കും മുമ്പ് വകവരുത്തുക. അധികാര കേന്ദ്രങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ വരെ മുങ്ങിത്താഴ്ന്നിരിക്കുന്ന അഴിമതി പുറത്തുവരാതിരിക്കാനുള്ള ഈ വന്യമായ തന്ത്രമാണ് വ്യാപത്തിന്റെ വ്യാപ്തി കൂട്ടുന്നത്. മധ്യപ്രദേശിൽ ആഴത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന വ്യാപമഴിമതി ഒരുപക്ഷെ മറ്റു പല അഴിമതികളെയും പോലെ പുറം ലോകം അറിയാതെ പോകുമായിരുന്നു. അധികാര കേന്ദ്രങ്ങളുമായി ചുറ്റിപ്പിണഞ്ഞെടുക്കുന്ന അഴിമതിയുടെ ആഴം പൊതുജനത്തോട് വിളിച്ചു പറഞ്ഞത് 3 യുവാക്കളാണ്. ഡോക്ടർ ആനന്ദ് റായ്, ആശിഷ് ചതുർവേദി, പ്രശാന്ത് പാണ്ഡെ. ജീവന് ഭീഷണി നേരിടുമ്പോൾ പോലും അത് വകവയ്ക്കാതെയായിരുന്നു നീതിക്കായുള്ള ഇവരുടെ ഒറ്റയാൾ പോരാട്ടം. MDMS പരീക്ഷയിലെ വിദ്യാർത്ഥി പ്രവേശനമായിരുന്നു ആനന്ദ് റായെ വ്യാപത്തിന്റെ വ്യാപ്തി തേടാൻ പ്രേരിപ്പിച്ചതെങ്കിൽ ഡോക്ടർമാരുടെ ഗുണമേന്മയില്ലായ്മയാണ് ആശിഷ് ചതുർവേദിയെ ഇത്തരമൊരു അന്വേഷണത്തിലേക്ക് നയിച്ചത്. ഉന്നത ബന്ധമുള്ളവരും പണക്കാരും മാത്രം പ്രവേശനം നേടുന്നതിലെ പൊരുത്തക്കേട് തേടിയുള്ള യാത്ര ഒടുവിൽ CBI അന്വേഷണത്തിൽ എത്തി നിൽക്കുകയാണ്. Yeah. All these deaths are connected, but like more than 10 deaths are highly suspicious. And we want all this death investigation also should be done by CBI. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വ്യാപമഴിമതി സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നെങ്കിലും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ അടുത്തിടെയുണ്ടായ തുടർച്ചയായ മരണങ്ങളാണ് വ്യാപമഴിമതിയുടെ വ്യാപ്തി വെളിപ്പെടുത്തിയത്. വ്യാപം പോയ വർഷങ്ങളിൽ നടത്തിയ പരീക്ഷാ ക്രമക്കേടിന്റെ ബാക്കി പത്രങ്ങളാണ് അടിക്കടി ഉണ്ടായ ദുരൂഹ മരണങ്ങൾ. ക്രമക്കേടിൽ ഉൾപ്പെട്ടവർ, ഇടനിലക്കാർ, സാക്ഷികൾ എന്നിങ്ങനെ പലരും മരിച്ചു വീണു. ഭൂരിഭാഗം പേരും എതിരെ വന്ന വാഹനങ്ങൾ ഇടിച്ചു കയറി മരിച്ചത്. മരിച്ചവരുടെ വിവരങ്ങൾ അന്വേഷിച്ചു പോയാൽ ഇവർക്കെല്ലാം വ്യാപവുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമാകും. ൽ സംസ്ഥാന സർക്കാർ വ്യാപം കേസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇടനിലക്കാരൻ ദീപക് വർമ്മ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. കുംഭകോണത്തിൽ പങ്കാളിയായിരുന്ന ശ്യാം വർമ്മ യാദവ്, അൻഷുൻ സച്ചിൻ, അരവിന്ദ് സിംഗ് യാദവ് തുടങ്ങി നിരവധി പേരും സമാന രീതിയിൽ കൊല്ലപ്പെട്ടു. വ്യാപം തട്ടിപ്പിൽ ആരോപണവിധേയനായ ഗവർണറുടെ മകൻ ശൈലേഷ് യാദവിന്റെ മരണവും തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ അന്വേഷണ സംഘത്തിന് കൈമാറിയ ജബൽപൂർ മെഡിക്കൽ കോളേജ് ഡീൻ അരുൺ ശർമ്മയുടെ മരണവുമെല്ലാം സ്വാഭാവികമാണെന്ന് കരുതാനാകില്ല. കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് കാര്യമായ തെളിവുകളൊന്നും കണ്ടെത്താനായില്ല. പല മരണങ്ങളുടെയും ചുരുൾ നിവർത്താൻ അന്വേഷണ സംഘം തയ്യാറായില്ല എന്നതാണ് വസ്തുത. ബാഹ്യ ഇടപെടലുകളും അന്വേഷണത്തിന് തടസ്സമായി. 2014 നവംബർ 26-നാണ് കേസന്വേഷണത്തിനായി ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് ചന്ദ്രേഷ് ഭൂഷൺ, റിട്ടയർഡ് IPS വിജയരാമൻ റെഡ്ഡി എന്നിവരടങ്ങിയ 3-അംഗ സമിതി. 125 കേസുകൾ അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം ചില കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കിയിരുന്നു. ഇടനിലക്കാർ പലരും വലയിലായെങ്കിലും ഉന്നതങ്ങളിലേക്ക് അന്വേഷണം എത്തിക്കാനോ പിടികൂടാനോ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം നിഷ്പക്ഷമല്ല എന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും അന്വേഷണ സംഘ തലവനിൽ നിന്ന് ഉണ്ടായി. ഒരു മരണവും ദുരൂഹമാണെന്ന് പറയാൻ കഴിയില്ലെന്നും അത് സ്ഥിരീകരിക്കാൻ തെളിവില്ലെന്നുമായിരുന്നു ചന്ദ്രേഷ് ഭൂഷന്റെ നിലപാട്. മാധ്യമപ്രവർത്തകൻ അക്ഷയ് സിംഗ് മരിച്ചത് നാടൻ മദ്യം കഴിച്ചതുകൊണ്ടാണെന്ന നിഗമനത്തിലും അന്വേഷണ സംഘ തലവൻ എത്തിച്ചേർന്നിരുന്നു. Normally a person doesn't die at that age, but it was not a death connected with
people, as far as the report comes to us, the death is because of consumption of some, alcohol intoxicating material by the journalist at that time. He had gone to that place and he had consumed some intoxicant, Mira or something like that. ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം വരാനിരിക്കെ എങ്ങനെ അത്തരത്തിലുള്ള നിഗമനത്തിലെത്തിയെന്നാണ് പല കോണുകളിൽ നിന്നും ഉയരുന്ന ചോദ്യം. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ മലയാളി ഉദ്യോഗസ്ഥൻ റിട്ടയർഡ് IPS വിജയരാമൻ അന്വേഷണ സംഘത്തലവന്റെ പല വാദങ്ങളും തള്ളുന്നുണ്ട്. 23 മരണങ്ങൾ 44 കേസുകളുടെ അന്വേഷണത്തെ ബാധിച്ചുവെന്നും മരണങ്ങൾക്ക് പിന്നിൽ ബുദ്ധികേന്ദ്രമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. തുടങ്ങുന്നത് എന്നോട് കാൻഡിഡേറ്റ്, ഐ ആം ദ ബെനിഫിഷ്യറി. അത് കഴിഞ്ഞിട്ട് ഒരു റാക്കറ്റിയർ ഉണ്ടാവും, കോപ്പിയർ ഉണ്ടാവും, അങ്ങനെ ഒത്തിരി ആൾക്കാർ. അപ്പോൾ ഈ ചെയിനിൽ ഇൻവെസ്റ്റിഗേറ്റ് സമയത്താണ് ഒരു ലിങ്ക് വന്ന് ആ ലിങ്കിലെത്തുമ്പോൾ ഇൻവെസ്റ്റിഗേഷനിൽ പറയുന്നത് ആ മനുഷ്യൻ മരിച്ചുപോയി. അൾട്ടിമേറ്റ്ലി ഒരു മാസ്റ്റർ മൈൻഡ് എവിടെയും ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞങ്ങൾ എത്താൻ പാടില്ല, അതുകൊണ്ട് വെച്ചിട്ട് അവർ ഇത് കാണിക്കുകയാണോ? അതാണ് ആദ്യത്തെ പ്രശ്നം. അതാണ് ഇത്തരത്തിൽ ഭിന്നാഭിപ്രായങ്ങളും നിക്ഷിപ്ത താൽപ്പര്യങ്ങളും പ്രത്യേക അന്വേഷണ സംഘത്തിന് യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തടസ്സമായി. ഇനിയും ദുരൂഹ മരണങ്ങൾ ഉണ്ടാകുമെന്ന ഭീതിയിൽ തന്നെയാണ് ഇപ്പോഴും മധ്യപ്രദേശ്. നാലാൾ കൂടുന്നിടത്തെല്ലാം സംസാര വിഷയവും ഇതുതന്നെ. അഴിമതിക്കെതിരെ പോരാടുന്നവർ അടുത്ത മരണം തങ്ങളുടേതാകാമെന്ന ഭീതിയിൽ കഴിയുന്നു. हाँ, थ्रेड बोल रहे हैं। निश्चित तौर पर पूरे मामले में जो भी अभी लगातार खुलासे किए गए हैं, उससे अब तक कई सारे हमले किए गए हैं और जो भी सारी वारदातें हुई हैं वो सब चीज़ें, वो सारी वारदातें इस व्यापम घोटाले के कारण ही हुई हैं। आगे भी लगातार जो भी धमकियाँ मिलती रहती हैं, पर धमकियाँ या जो भी वारदातें होंगी उसके बावजूद भी उस पूरे मामले का खुलासा किया जाएगा। വ്യാപത്തിന്റെ ഉന്നതബന്ധം അന്വേഷിക്കാൻ മടി കാണിച്ച പോലീസ് നിരപരാധികളെ വേട്ടയാടി. മധ്യപ്രദേശിലെ പല ഗ്രാമങ്ങളിലേക്കും കയറി ചെന്നാൽ നിരവധി നിരപരാധികളുടെ മുഖങ്ങൾ കാണാം. ഗ്വാളിയോറിലെ ആനന്ദ് നഗറിലെ കാഞ്ച്മീൽ ഗ്രാമത്തിൽ വെച്ചാണ് ഞങ്ങൾ നാരായൺ സിംഗ് ബദൂരിയെ കണ്ടത്. പോലീസിന്റെ കൃത്യവിലോപത്തെ തുടർന്ന് പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത നിരവധി പേർ മധ്യപ്രദേശിലുണ്ട്. നാരായൺ സിംഗ് ബദൂരിയുടെ കുടുംബം അതിന് ഒരു ഉദാഹരണമാണ്. പോലീസ് വേട്ടയാടലിൽ ഭാര്യയെയും മകനെയും നഷ്ടപ്പെട്ട 65-കാരൻ. ഗ്വാളിയോറിലെ ഗജരാജ മെഡിക്കൽ കോളേജിൽ മകൻ രാമേന്ദ്ര പ്രവേശനം നേടിയത് വ്യാജ മാർക്ക്ഷീറ്റ് ഉപയോഗിച്ചാണെന്ന് ആരോപിച്ചായിരുന്നു പോലീസ് വേട്ടയാടലിന്റെ തുടക്കം. പിന്നീട് പലപ്പോഴായി 40-ലേതും തവണ വീടുകൾ കയറിയിറങ്ങിയുള്ള ഭീഷണി. ഒടുവിൽ സമ്മർദ്ദം താങ്ങാനാവാതെ രാമേന്ദ്ര ജീവനൊടുക്കി. മകനെ നഷ്ടപ്പെട്ട വേദനയിൽ അമ്മയും ആത്മഹത്യ ചെയ്തതോടെ തനിച്ചായി നിത്യവരുമാനം പോലുമില്ലാത്ത ബദൂരിയ. ഇരുവരുടെയും മരണശേഷം രാമേന്ദ്രയ്ക്ക് വ്യാപം തട്ടിപ്പുമായി ബന്ധമില്ലെന്ന സ്ഥിരീകരണത്തിൽ അന്വേഷണ സംഘം എത്തിച്ചേരുകയായിരുന്നു. अब क्या कह सकते हैं कि सही आदमी को गलत कर दिया जाए, वो क्या करेगा, क्या कहेगा। आज FIR जिस दिन हुई थी उसी दिन वो तो इतना घबरा गया था कि कोई मत, क्या कहें। उसको डेंगू बन गया। इतनी डेली रिपोर्टें वहीं, उसकी डेली चेकिंग हुई, कम से कम 1 महीने फिर छुट्टी बैठा रहा घर है। उसके बाद फिर 2-3 महीने उसने दिन की ड्यूटी करी बिरला में, दिन की, रात को ड्यूटी नहीं, रात को चीखने लगना था। हमने 7 महीने उसके बराबर सोए, बराबर पलंग बिछा के, यहाँ अकेला नहीं छोड़ा रात को कमरे में हमने 6-7 महीने उसको। മറ്റഴിമതികൾ ഉൽപാദന സാമ്പത്തിക പശ്ചാത്തല രംഗങ്ങളെയാണ് കാര്യമായി ബാധിച്ചിരുന്നെങ്കിൽ
വ്യാപം അഴിമതി ഒരു സമൂഹ നിർമ്മിതിയെ തന്നെ തകിടം മറിച്ചുവെന്ന് വ്യക്തമാണ്. ഒരു തലമുറയെ നിരാശയുടെ പടുകുഴിയിൽ ആക്കുന്നതിനൊപ്പം പണം കൊണ്ട് എന്തു നേടാൻ സാധിക്കുമെന്ന് തെളിയിക്കാനും ഈ അഴിമതി ഇടയാക്കി. കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും നിരാശയുടെ പടുകുഴിയിലായി പോയ ഒരു കൂട്ടം ചെറുപ്പക്കാരെയും പണത്തിന്റെ ഹുങ്കിൽ പറക്കുന്ന മറ്റൊരു തലമുറയെയും സൃഷ്ടിക്കാൻ വ്യാപം അഴിമതിയിലൂടെ മാഫിയ സംഘത്തിന് സാധിച്ചു. വിദ്യാസമ്പന്നരായ ഡോക്ടർമാർ പോലും ചില്ലിക്കാശിനു വേണ്ടി പകരക്കാരായി പരീക്ഷ എഴുതുന്ന വിധം കാര്യങ്ങൾ അധപതിച്ചു. മധ്യപ്രദേശിലെ ജയിലുകളിൽ വ്യാപം അഴിമതിയിൽ ഉൾപ്പെട്ട 2000-ലധികം പേർ ഉണ്ടെന്നാണ് കണക്ക്. ഇതിൽ ഭൂരിഭാഗവും യുവാക്കൾ. ദമ്പതിമാരും ഇക്കൂട്ടത്തിൽ നിരവധിയുണ്ട്. ഒരുപക്ഷെ ജയിലിൽ നിന്നിറങ്ങിയാലും ഇവരുടെ ഭാവി ചോദ്യചിഹ്നമായി തന്നെ തുടരും. ജാമ്യത്തിലിറങ്ങിയ പലരും അപ്രത്യക്ഷരായി, ചിലർ നാടുവിട്ടു. കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിറങ്ങിയ ഡോക്ടർമാരിൽ നിന്ന് ചികിത്സ തേടാൻ പോലും ഇവിടുത്തുകാർ മടിക്കുന്നു. വ്യാപം അഴിമതിയിലൂടെ പ്രവേശനം നേടിയതാകാമെന്ന ഭീതി തന്നെ ഇതിനു കാരണം. ഈ 3 തരത്തിലുള്ള യുവാക്കളാണ് ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 ഗ്രൂപ്പാണ് അതിൻ്റെ ഇമ്പാക്റ്റ് അനുഭവിക്കുന്നത്. ഒന്ന് ജയിലിലുള്ള നിരാശപ്പെട്ടവരും, രണ്ടാമത് പഠിച്ചിട്ടും ജോലി കിട്ടാത്തവരും. അപ്പോൾ അതാണ് ഈ യുവാക്കൾക്ക് വലിയ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു ഭാവി എന്തെന്നുള്ള ചോദ്യവുമായിട്ടാണ് അവരെ ഇപ്പം ഒരു റോഡിൽ ഇറക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ്, എങ്ങോട്ട് പോകണമെന്നറിയാത്ത. ഇത്തരത്തിൽ രാഷ്ട്രപുരോഗതിക്കും നിർമ്മാണത്തിനും അടിത്തറവാകേണ്ട ഒരു തലമുറയുടെ നിഷ്കാസനമാണ് വ്യാപം അഴിമതിയിലൂടെ കണ്ടത്. മികച്ച പ്രതിച്ഛായയായിരുന്നു ശിവരാജ് സിംഗ് ചൗഹാനെ വീണ്ടും അധികാരത്തിലെത്താൻ തുണച്ചത്. എന്നാൽ വ്യാപം അഴിമതി അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്കുണ്ടാക്കിയ കോട്ടം ചില്ലറയല്ല. CBI അന്വേഷണത്തിന്റെ ഗതിയും ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണയുമായിരിക്കും ശിവരാജ് സിംഗ് ചൗഹാന്റെ ഭാവി നിശ്ചയിക്കുക. നല്ല നാളുകളുടെ തുടക്കമെന്ന വാഗ്ദാനവുമായി അധികാരത്തിലേറിയ BJPയുടെ കൈകളിൽ അഴിമതിക്കറ പുരളുന്നതിനാണ് സമീപകാലത്ത് രാജ്യം സാക്ഷിയായത്. ലളിത് മോദി വിവാദത്തിൽ സുഷമ സ്വരാജും വസുന്ധര രാജയും ഉൾപ്പെട്ടത് BJPയെ ചെറുതായൊന്നുമല്ല വെട്ടിലാക്കിയത്. അത് കെട്ടടങ്ങും മുമ്പാണ് വ്യാപം എന്ന പേരിൽ മറ്റൊരു അഴിമതി പരമ്പര BJPയെ വേട്ടയാടുന്നത്. ജനകീയൻ, വികസന നായകൻ എന്നിങ്ങനെ മികച്ച പ്രതിച്ഛായയുടെ ബലത്തിലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ശിവരാജ് സിംഗ് ചൗഹാൻ മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ചിരുന്നത്. ഒരു ഘട്ടത്തിൽ മോദിക്കെതിരാളിയായി അദ്വാനി പക്ഷം ഉയർത്തിക്കാണിച്ച നേതാവ്. എന്നാൽ വ്യാപം അഴിമതി വേട്ടയാടുന്ന ചൗഹാൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. വ്യാപത്തിൽ ആരോപണ വിധേയനായതോടെ ചൗഹാന്റെ പ്രതിച്ഛായ ഗ്രാഫ് കുത്തനെ ഇടിഞ്ഞു. പ്രത്യക്ഷത്തിൽ പാർട്ടിയിൽ കലാപക്കൊടിയില്ലെന്നും പൂർണ്ണ പിന്തുണ ഉണ്ടെന്നും അവകാശപ്പെടുമ്പോഴും ആഭ്യന്തരമന്ത്രി ബാബുലാൽ ഗൗർ അടക്കമുള്ളവർ ഉയർത്തുന്ന ഭിന്നസ്വരങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ലളിത് മോദി വിവാദത്തെക്കാൾ എത്രയോ ആഴത്തിൽ പടർന്നു കിടക്കുന്നതാണ് വ്യാപം അഴിമതിയെന്നാണ് ഉൾപാർട്ടി സംസാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുടെയും ഇടപെടലുകൾ ചൗഹാനെ മാറ്റിയേക്കുമെന്നും പാർട്ടിക്കുള്ളിൽ അടക്കം പറച്ചിലുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചൗഹാന് പകരം വയ്ക്കാൻ കഴിയുന്ന നേതാവ് മധ്യപ്രദേശ് BJPയിൽ ഇല്ല. മോദി മന്ത്രിസഭയിലെ അംഗവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമാഭാരതിയാണ് ചൗഹാന് ബദലാകുന്ന നേതാവ്. ഒരുപക്ഷെ ചൗഹാനെ മുൻനിർത്തി അധികനാൾ മുന്നോട്ട് പോകുന്നത് ഗുണകരമാകില്ല എന്ന വിലയിരുത്തലിൽ BJP നേതൃത്വം എത്തിച്ചേർന്നാൽ സമീപഭാവിയിൽ ഉമാഭാരതിയോ മറ്റേതെങ്കിലും നേതാക്കളോ മുഖ്യമന്ത്രിയായാൽ പോലും ആശ്ചര്യപ്പെടാനില്ല. വ്യാപം എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഫ്യൂച്ചറിനെ വെച്ചിട്ട് കളിച്ചൊരു സ്കാമാണ് ഇതൊരു. അതുകൊണ്ട് എഞ്ചിനീയറിംഗ്, ഡോക്ടർ ആൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാ ജോബും കുറേ 80% ജോബ്സ് ഇങ്ങനെ കറപ്ഷൻ ആയിട്ടാണ് അവർ ഡിസേർവിങ് കാൻഡിഡേറ്റ്സിന് കൊടുക്കാതെ വേറെ ആൾക്കാർക്ക് കൊടുത്തേക്കണം. അപ്പോൾ പേരൻസും സ്റ്റുഡൻസും എല്ലാ ഫാമിലിയിലും ഒരു ഡയറക്റ്റ് റിലേഷൻ ആയ സ്കാമാണ് ഇത്. വ്യാപം ഇൻവെസ്റ്റിഗേഷനിൽ ചീഫ് മിനിസ്റ്ററിൻ്റെ ഇമേജ് വല്ലാതെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ CBI എൻക്വയറി വരുമ്പോൾ കുറേ മിനിസ്റ്റേഴ്സിൻ്റെ പേര് ഇതിൽ പുറത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും വ്യാപം കേസിൽ ചൗഹാനേറ്റ് തിരിച്ചടി അദ്വാനി പക്ഷത്തിന് കൂടിയേറ്റ ആഘാതമാണ്. കേസന്വേഷണമൊടുവിൽ CBI ഏറ്റെടുത്തിരിക്കുകയാണ്. അന്വേഷണം പുരോഗമിക്കുമ്പോൾ വൻ തലകൾ ഉരുളുമോ എന്നാണ് അറിയാനുള്ളത്. ഏറെ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് കേസ് CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേസ് CBI ഏറ്റെടുത്തെങ്കിലും അവർക്ക് മുന്നിലുള്ള വെല്ലുവിളി ചെറുതല്ല. അതിൽ പ്രധാനം CBIയുടെ ജോലിഭാരം തന്നെ. നിലവിൽ CBI അന്വേഷിക്കുന്ന പല കേസുകളും കോടതി മേൽനോട്ടത്തിലുള്ളതാണ്. ഉദ്യോഗസ്ഥരുടെ ക്ഷാമം നേരിടുന്ന CBI വ്യാപത്തിലെ ദുരൂഹത അത്ര പെട്ടെന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഉചിതമല്ല. അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരടക്കം ഉന്നതരുടെ അറസ്റ്റാണ് CBIയിൽ നിന്ന് ഏവരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ശക്തമായ തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ CBI അത്തരമൊരു നടപടിയിലേക്ക് കടക്കുകയുള്ളൂ. വാക്കാലുള്ള മൊഴിയും രേഖകളും തന്നെയാണ് കേസിലെ പ്രധാന ഘടകം. എന്നാൽ ഏറെ നാളായി നിലനിൽക്കുന്ന കേസിൽ
ഇത്തരം രേഖകൾ എത്രമാത്രം നശിപ്പിക്കപ്പെട്ടുവെന്ന് കണ്ടറിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കേസന്വേഷണത്തിൽ ഇക്കാര്യം കൂടി CBI പരിഗണിക്കേണ്ടതാണ്. എങ്കിലും CBI സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെയാണ് അഴിമതി വിരുദ്ധ പ്രവർത്തകരുടെ പ്രതീക്ഷ. വ്യാപന നിയമന തട്ടിപ്പിനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.